മൈ യൂട്യൂബ് ചാനൽ. അല്ല നേരം ഈദ് മുബാറക് എല്ലാവർക്കും. ഹാപ്പി ഈദ്. സോ ഫൈനലി നോമ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവസാനം പെരുന്നാളായി. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം നോർമലി എനിക്കില്ലാത്തൊരു കളറാണ് ഈ മഞ്ഞ. എനിക്ക് ഇല്ല, ഒരു ഡ്രസ്സ് പോലെ എനിക്ക് മഞ്ഞ ഇല്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് മഞ്ഞ ഡ്രസ്സ് എടുത്തു. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. നമ്മൾ കഴിഞ്ഞ പെരുന്നാൾ കാസർഗോഡായിരുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ പെരുന്നാളെന്ന് വെച്ചാൽ ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞ് വലിയ പെരുന്നാൾ ഉടനെയായിരുന്നു. അപ്പോൾ ഈ പെരുന്നാൾ നമ്മൾ ഇങ്ങോട്ട് വന്നു. രാവിലെ പെരുന്നാളൊക്കെ നിസ്കരിച്ച് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ വന്ന് തിരിച്ചു വന്ന് രാവിലത്തെ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ അടുത്തൊരു സ്പെഷ്യൽ സ്ഥലത്ത് നമ്മൾ പോവുകയാണ്. അത് ആ സ്ഥലം ഏതാണെന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആ സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇന്നൊരു വ്ളോഗ് എടുത്തത്. അല്ലാണ്ട് ഇന്നിപ്പോൾ വലിയ കണ്ടന്റ് ഇല്ല. ഈ കണ്ടന്റ് എന്നും പറഞ്ഞാൽ എടുക്കാനായിട്ടൊരു കണ്ടന്റ് ഇല്ല. പക്ഷെ ഈ ലൈറ്റിനും നല്ല രസമുണ്ട്. ഈദ് കണ്ടന്റ് എന്നും പറഞ്ഞ് എടുക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ അവിടെ പോകുന്നുണ്ട്, നമ്മളതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആ സ്ഥലത്തെ പറ്റിയിട്ട് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടാകും. നമ്മൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് ഇറങ്ങിയിട്ട് കാണിക്കാം ഏകദേശം എങ്ങനെയാണ്. ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണിത്. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് സാധനങ്ങൾ. മറ്റേ എന്ത് പീസ് ആൻറ്റി ടാർണിഷ് ജ്വല്ലറി എന്ന് പറയുന്ന പീസ് അങ്ങനെ വരുന്ന ഒരു സെറ്റ് ഞാൻ മേടിച്ചു എന്നല്ല. പിന്നെ ഞാൻ ഇത് ഈ റിങ് മേടിച്ചു. പിന്നെ കയ്യിലും മൈലാഞ്ചിക്ക് ഇട്ട് വലിയ ഷോ ആയോ കാണിച്ചു. പക്ഷെ ഞാൻ മേടിച്ച മെഹന്തിക്ക് സ്റ്റെയിൻ കുറവാണ്. അതുകൊണ്ട് ഇതുണ്ടോ ഈ ഡിസൈൻ ഭയങ്കര ഇതായിപ്പോയി. പിന്നെ ഇതിലൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ചൊരു ഈദ് വൈബ് വരാൻ വേണ്ടിയിട്ട്. നിൽക്കാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തിളക്കം വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റും കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്ന ഒരിതും ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് എന്താണ് എന്നൊക്കെ അവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അവിടെ എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മേ വണ്ടിക്ക് കാറ്റടിക്കുക. അപ്പൊ ഈ കാർ ഇങ്ങനെ ചെരിഞ്ഞു ഈ സൈഡിലേക്ക്. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്തും. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് പോയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. സോ ദിസ് ഇസ് പീസ് വാലി. സൊസൈറ്റിയിൽ നമ്മൾ കെയർ കൊടുക്കേണ്ടതും അതുപോലെ അറിയേണ്ടതുമായ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പോലെ തന്നെയുള്ള ആൾക്കാർ. സോ അവരെ മീറ്റ് ചെയ്യാനാണ് ഇന്നത്തെ ഡേ. പെരുന്നാളിൻ്റെ നല്ലൊരു ദിവസം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. സോ നമുക്ക് അവരെ പോയി കാണാം. ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്കാണ്. ഇതുപോലെ കുറേ ബ്ലോക്സ് ഇവിടെ ഉണ്ട്. സോ ഈ ബ്ലോക്ക് ആദ്യം വരുന്നത് ചിൽഡ്രൻ സ്പെഷ്യലൈസേഷൻ, അതായത് ഫിസിക്കലി ചാലഞ്ച്ഡ്, മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുറേ കുട്ടികൾ, അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഫിസിക്കലി മെൻ്റലിയും ചാലഞ്ച്ഡ് ആയിട്ടുള്ളവരെ, ഓട്ടിസം ബാധിച്ചവരെ നോക്കാൻ പറ്റാതെ പേരൻസ് ഉപേക്ഷിച്ച് അങ്ങനെ കുറച്ച് മക്കളാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. ഓരോ റൂമിലും ഇവർക്ക് ഓരോരോ ഫെസിലിറ്റീസ്, ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതല്ലേ. ഈ മക്കളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഫെസിലിറ്റീസാണ് ഇവർ ആക്ച്വലി അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജിമ്മുണ്ട്, ഇവിടെ ആർട്ട് ക്ലാസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എത്രയും വലിയൊരു കാര്യം ഇവർ ചെയ്യണമെന്ന് നോക്കുക. അവർ സുഖമില്ലാത്തവരാണെന്ന് വിചാരിച്ചിട്ട് അവരെ ഉപേക്ഷിക്കാനൊന്നും ഇവർ റെഡിയല്ല. അവർ ആർട്സ് പരമായിട്ട് ഇതൊക്കെ ആ മക്കൾ ചെയ്തതാണ് കേട്ടോ. എത്രത്തോളം ക്രിയേറ്റീവാണ് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മിനിയേച്ചർ പോലെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ കുറേ പ്രോഡക്ട്സ്, അതിൻ്റെ പേരുകളൊക്കെ എഴുതിയിട്ട് അവർക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കണം.
നമുക്കിവിടെ ആക്ച്വലി മക്കളെ ആരെയും ഫേസ് കാണിച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഇവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് വീട് പോലെ സെറ്റ് ചെയ്തിരിക്കണം, അതായത് വീട്ടിലെങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, കിച്ചൺ, ഒരു ലിവിങ് റൂം, ബെഡ് ഇങ്ങനെ നമ്മൾ മേക്ക് ചെയ്യാം, ബെഡ്ഷീറ്റ് വിരിക്കാം, അതുപോലെ ഫ്രിഡ്ജ്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരൊരു റൂം ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇവരെ ഓരോരോ കാര്യങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടീച്ചേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ മക്കൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ, ബട്ട് വേറൊരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഹോം ആംബിയൻസ് ഇവർക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് എല്ലാ സ്റ്റാഫ്സും ആ കുട്ടികളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെയാണ് അവർ ബിങ്കിൾ ചെയ്യുന്നത്. മൊത്തം ഇതുപോലെ 6 ബ്ലോക്സ് ഉണ്ട്. 6 ബ്ലോക്സിലും ഇങ്ങനെ ഓരോ ഡിവിഷനായിട്ട് തിരിച്ചിട്ടാണുള്ളത്. ഞങ്ങൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇതേ വൃത്തി അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത്ര വൃത്തിയായിട്ട് അവർ കൊണ്ടു നടക്കുന്നത്. ഇതൊരു അമ്മമാരുടെ ബ്ലോക്കാണ്. വയസ്സായവരും മക്കളും ഉപേക്ഷിച്ചവരും ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ്. അത്ര സ്നേഹവും സന്തോഷമാണ് അവർക്ക് നമ്മൾ ചെന്ന് കാണുമ്പോഴും മിണ്ടുമ്പോഴും ഒക്കെ. ഇത് 2ാമത്തെ ബ്ലോക്ക്. നമ്മൾ മൊത്തം 2-3 ബ്ലോക്സ് നമുക്ക് അനുവാദമുള്ളൂ വിസിറ്റ് ചെയ്യാൻ. ബാക്കിയൊക്കെ വരുന്നത് റേപ്പ് വിക്ടിംസിൻ്റെയും അല്ലെങ്കിൽ നിർഭയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഡയാലിസിസിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാനും കാണാനും ഉള്ള ആക്സസ് ഇല്ല. നമ്മൾ മൊത്തം ഒരു 2-3 ബ്ലോക്കില്ലേ, 2-3 ബ്ലോക്കാണ് വിസിറ്റ് ചെയ്തത്. ഇതുപോലെ മൊത്തം 6 ബ്ലോക്ക് ഉണ്ട്. എല്ലായിടത്തും നമുക്ക് ആക്സസ് ഇല്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇനിഷ്യേറ്റീവാണ്. അത്ര വൃത്തിയിലാണ് അവരിത് കൊണ്ട് നടക്കണത്. നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് അവരെ വൃത്തിയില്ലായ്മയോ അവർ അസുഖമുള്ളവരായിട്ടോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യണം പോകുന്നത്. ആൻഡ് എടുത്തു പറയേണ്ടത്, ഇതൊരു പ്രൊമോഷനോ അവർ പറഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ഒന്നുമല്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. സോ ഇത് കോതമംഗലം ഏരിയയിൽ പീസ് വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് വെറുതെ വിസിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മക്കൾക്ക് അല്ലെങ്കിൽ ഈ ആൾക്കാർക്കൊക്കെ നിങ്ങളുടേതായ എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കണമെങ്കിൽ ഓരോ ബ്ലോക്ക് വെച്ചിട്ട് അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏത് സഹായവും ഇവർ അക്സെപ്റ്റ് ചെയ്യും. ഇല്ലാണ്ട് നിങ്ങൾക്ക് വെറുതെ ഇവരെ വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എല്ലാവരും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. നമുക്ക് കുറേ എന്താ പറയുക തിരിച്ചറിവുകൾ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്. നമുക്ക് ഇതിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മളെ ഒന്നല്ല, ഇതിലും സഫർ ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ നമ്മളെ പ്രശ്നമൊന്നും നമുക്ക് ചെറുതായി നമ്മൾ ജീവിക്കുന്നത് അതിലും ബ്ലെസ്ഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്ന ഇതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ലൈഫിൽ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ വന്ന് കാണാൻ സിമ്പത്തി അല്ല, പക്ഷേ എംപത്തൈസ് ചെയ്തിട്ട് ഇവരെ നോർമലൈസ് ചെയ്യുന്ന സാഹചര്യം കൂടെ വരണം. അപ്പം ജസ്റ്റ് നിങ്ങളെക്കും കൂടെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വ്ളോഗാണ്. ഇന്നത്തെ ദിവസം ഇവിടെ വന്നതിൽ കുറേ പേർക്ക് സന്തോഷമായി. കുറേ അമ്മമാരൊക്കെ എന്നെ പറഞ്ഞു പെരുന്നാൾ ദിവസം നിങ്ങൾ വന്നതിൽ ഭയങ്കര സന്തോഷം എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും കയ്യിലും മൈലാഞ്ചി കിട്ടിയിട്ട് അവരവരുടേതായ രീതിയിലൊരു സെലിബ്രേഷൻ. അപ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ടാണ് പെരുന്നാൾ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ വരാൻ വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിയുന്നവരെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ അല്ലേ. ഞാൻ പറയാനുണ്ടോ? അപ്പോൾ ഓക്കെ, ബൈ.